നമസ്കാരം. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ദിവസം എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്ന ദിവസമാണ് ഇന്ന്. ഫെബ്രുവരി 27 എന്ന ദിവസത്തിന് വളരെയധികം പ്രത്യേകതകൾ ഉണ്ട്. കാരണം ഇന്നേ ദിവസം സർവ്വ ഐശ്വര്യങ്ങൾ സ്വന്തമാക്കുവാൻ പ്രകൃതി തന്നെ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു അത്ഭുത ദിവസമായി തന്നെ പരാമർശിക്കാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഏകാദശിയാണ്. പരമശിവന്റെ നാളായ തിരുവാതിര നക്ഷത്രവും ഇന്നേ ദിവസം വന്നെത്തുന്നു. അത്തരത്തിൽ സാക്ഷാൽ പരമശിവന്റെയും മഹാവിഷ്ണു ഭഗവാന്റെയും പരാശക്തിയായ ദേവിയെയും ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുവാനും അതേപോലെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കുന്ന വിശേഷപ്പെട്ട ദിവസം. ഇതിലും നല്ലൊരു ദിവസമില്ല എന്ന് തന്നെ പരാമർശിക്കാം. ഈ ദിവസം നാം ഏവരും ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. ഏകാദശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനു ശേഷം പരാമർശിക്കുന്നതാണ്. ആദ്യം പ്രധാനമായ ചില കാര്യങ്ങൾ, മറ്റു ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. വിഷ്ണു ഭക്തർക്ക് ഏകാദശി മഹത്വം. ഏകാദശി മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ഏറ്റവും പ്രിയപ്പെട്ട വിശേഷപ്പെട്ടതായ ദിവസം തന്നെയാണ്. അതിനാൽ ഈ ദിവസം നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പാപദോഷങ്ങളെ ഇല്ലാതാക്കും എന്നാണ് പറയുക. ഭഗവാന് ഇന്നേ ദിവസം, പ്രത്യേകിച്ചും ഈ വിശേഷപ്പെട്ടതായ ദിവസം, ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ശുദ്ധിയോടെ തന്നെ വിളക്ക് തെളിയിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ്. അതോടൊപ്പം ഭഗവാന് ഇന്നേ ദിവസം വിശേഷപ്പെട്ടതായ ചില വഴിപാടുകൾ കൂടി നടത്തുവാൻ സാധിക്കും. അതിലൊന്ന് നെയ്വിളക്കാണ്, മറ്റൊന്ന് തുളസിമാലയാണ്. ഇവ ഭഗവാന് സമർപ്പിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഉപവാസത്തോടെയോ ഒരിക്കലൂടെയോ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതും അതിവിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. അതിനാൽ ഇന്നേ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. ദേവി ഭക്തർക്ക് വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ വിശേഷപ്പെട്ട ദിവസമാണ്. വെള്ളിയാഴ്ച മഹാലക്ഷ്മി ദേവിയുടെയും ഭഗവതിയുടെയും വിശേഷപ്പെട്ടതായ ദിവസമാണ്. അതിനാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങൾ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന് പറയാം. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ദേവിക്ക് ചില വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമാണ്. അതിൽ ഒന്നാണ് കടുംപായസം, മറ്റൊന്ന് നെയ്വിളക്കാണ്. രാവിലെ തന്നെ ഈ വഴിപാട് നിങ്ങൾ തീർച്ചയായും നടത്തണം. കടുംപായസം നടത്തുവാൻ സാധിച്ചില്ല എങ്കിലും നെയ്വിളക്കാണ് എങ്കിലും നിങ്ങൾ തീർച്ചയായും വഴിപാടായി നൽകണം. രാത്രിയിലാണ് എങ്കിലും ഈ വഴിപാട് നിങ്ങൾ നടത്തുക. കുടുംബത്തിലെ ദുരിതങ്ങൾ അകറ്റി ഐശ്വര്യങ്ങൾ നിറയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം. കൂടാതെ ഇന്നേ ദിവസം സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഉപ്പ് ദീപം കത്തിച്ച് മഹാലക്ഷ്മി അഷ്ടകവും കനകധാര സ്തോത്രവും ജപിക്കുന്നത് ധനപരമായ പ്രയാസങ്ങൾ അകറ്റി സമ്പൽ സമൃദ്ധി ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് പറയുക. തീർച്ചയായും അത്രമേൽ വിശേഷപ്പെട്ടതായ ഫലം വന്നു ചേരാം. ശിവഭക്തർക്കും ഇന്നേ ദിവസം വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. കാരണം ഭഗവാന്റെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രം ഇന്നാണ് വരുന്നത്. പരമശിവന്റെ ജന്മനക്ഷത്രം കൂടിയാണ് തിരുവാതിര. അതിനാൽ ഈ ഒരു ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അത്രമേൽ ശ്രേയസ്കരവും അത്രമേൽ സൗഭാഗ്യദായകവുമാണ്. ഭഗവാന് ഇന്നേ ദിവസം കൂവളമാല സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. സർവദോഷങ്ങളും അകറ്റുവാൻ നിങ്ങൾക്ക് സഹായകരമായി തീരും. അത്തരത്തിൽ മനോധൈര്യം വന്നു ചേരും. ഓം നമഃശിവായ എന്ന മന്ത്രജപം നടത്തുന്നതിലൂടെ ആയുരാരോഗ്യ സൗഖ്യം തന്നെയാണ് വന്നു ചേരുക. ഹരിയും ഹരനും പരാശക്തിയും ഒന്നിച്ചനുഗ്രഹിക്കുന്ന ഈ ദിവസം നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ പ്രവർത്തിച്ച് തന്നെ ജീവിതത്തിൽ ഐശ്വര്യവർദ്ധനവിന് മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ന് ഏകാദശി വ്രതമാണ് എന്നതാണ്. ഏകാദശിയുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
സർവ പാപങ്ങളെയും ഇല്ലാതാക്കി ഐശ്വര്യവും മോക്ഷവും നൽകുന്ന ഒന്നാണ് ഏകാദശി വ്രതം. ഇന്ന് ഫെബ്രുവരി 27-നാണ് ഏകാദശി വ്രതം വന്ന് ചേർന്നിട്ടുള്ളത്. ഏകാദശിയും തിരുവാതിരയും ഒന്നിച്ചു വരുന്ന ഈ അപൂർവ ദിനത്തിൽ വ്രതം നോൽക്കുന്നത് കുടുംബത്തിൽ അത്രമേൽ സമ്പൽ സമൃദ്ധിയും സമാധാനവും നിറയ്ക്കുന്നതാണ്. വ്രതത്തിന്റെ തുടക്കം ദശമി, അതായത് തലേ ദിവസമാണ്. ഏകാദശിയുടെ തലേ ദിവസം വ്യാഴാഴ്ച മുതൽ നിങ്ങൾ വ്രതശുദ്ധി ആരംഭിക്കേണ്ടതാണ്. ദശമി ദിനത്തിൽ പൂർണ്ണമായും നിങ്ങൾ ഇന്നേ ദിവസം നോൺ വെജ് ആഹാരങ്ങൾ ഈ 2 ദിവസങ്ങളിൽ കഴിക്കുവാൻ പാടുള്ളതല്ല. അരിയാഹാരം കഴിച്ചോ ഒരിക്കലെടുത്തോ, അതായത് അരിയാഹാരം ഒരിക്കൽ മാത്രം എടുത്ത് കഴിച്ച് നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം അനുഷ്ഠിക്കുക. ഏകാദശി ദിവസമായ ഇന്ന് വ്രതം എടുക്കുവാൻ സാധിച്ചില്ല എങ്കിലും അതിരാവിലെ തന്നെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയോടെ തന്നെ നിങ്ങൾ വിളക്ക് തെളിയിക്കണം, മുൻപ് പരാമർശിച്ചതുപോലെ. കൂടാതെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലാണ് എങ്കിലും ദർശനം നടത്തി നെയ്വിളക്ക് തെളിയിക്കണം. അതേപോലെ മുൻപ് പരാമർശിച്ച തുളസിമാല നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. രാത്രിയിലാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത് എങ്കിൽ സന്ധ്യാസമയത്താണ് എങ്കിലും നിങ്ങൾ ഈ വഴിപാട് ഇന്നേ ദിവസം നടത്തുവാൻ ശ്രദ്ധിക്കണം. ഇന്നേ ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അത്രമേൽ വിശേഷമാണ്. സാധിക്കാത്തവർ കേൾക്കുകയെങ്കിലും ചെയ്യുക. ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ ഇപ്രകാരം മുഴങ്ങി കേൾക്കുന്നത്, അതായത് വിഷ്ണു സഹസ്രനാമം മുഴങ്ങി കേൾക്കുന്നത് ശുഭകരമാണ്. ആഹാര ചിട്ടകൾക്കും ഇന്നേ ദിവസം പ്രാധാന്യമുണ്ട്. നിറവയർ ആഹാരം ഇന്നേ ദിവസം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അരി ആഹാരം പൂർണ്ണമായും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരാണ് എങ്കിൽ പൂർണ്ണ ഉപവാസം എടുക്കാം. അല്ലാത്തവർക്ക് പഴങ്ങളോ ഗോതമ്പോ അല്ലെങ്കിൽ പാലോ അത്താഴമായി കഴിക്കാം. എന്നാൽ ഇന്നേ ദിവസം വ്രതം എടുക്കുന്നവരാണ് എങ്കിലും വ്രതം എടുക്കാത്തവരാണ് എങ്കിലും ഉള്ളി, വെളുത്തുള്ളി, ഉഴുന്ന് എന്നിവ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കുന്നത് ഉത്തമമാണ്. ഇന്ന് വെള്ളിയാഴ്ച കൂടി ആയതിനാൽ ഭഗവതിക്കും പ്രാധാന്യമുള്ള ദിവസം തന്നെയാണ്. അതിനാൽ തീർച്ചയായും ഇന്നേ ദിവസം ദേവിയെ കൂടി നിങ്ങൾ ആരാധിക്കേണ്ടതാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും പകൽ ഉറക്കം, ഉച്ചയുറക്കം പാടില്ല എന്ന കാര്യം ഓർക്കുക. അത് പൂർണ്ണ ഫലം ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ട് നഷ്ടമാകുന്നതിന് കാരണമായി തീരും. കൂടാതെ ഇന്നേ ദിവസം തീർച്ചയായും വ്രതശുദ്ധി അനിവാര്യം തന്നെയാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം വ്രതം എടുക്കാത്തവരാണ് എങ്കിലും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നോൺ വെജ് ആഹാരങ്ങൾ ഒഴിവാക്കേണ്ടതും അനിവാര്യമാണ്. കൂടാതെ ഇന്നേ ദിവസം 2 നേരം വിളക്ക് തെളിയിച്ച് മന്ത്രങ്ങൾ ജപിക്കുക. മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഓം നമോ നാരായണായ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ നാമം നിങ്ങൾക്ക് 108 ജപിക്കാം. കൂടാതെ ഇന്നേ ദിവസം ഓം ക്ലീം കൃഷ്ണായ നമ എന്ന ഭഗവാന്റെ മൂലമന്ത്രം 108 ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. കൂടാതെ ഇന്നേ ദിവസം മഹാദേവന് വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ ഓം നമഃശിവായ എന്ന ഭഗവാന്റെ വിശേഷപ്പെട്ടതായ മന്ത്രം 108 നിങ്ങൾ തീർച്ചയായും ജപിക്കണം. ഇന്നേ ദിവസം ഈ ഒരു കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകണം. രാത്രി സമയത്താണ് നിങ്ങൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നത് എങ്കിൽ പോലും ഈ മന്ത്രങ്ങൾ 108 അല്ലെങ്കിൽ 21 തവണയെങ്കിലും ജപിക്കുക. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും തന്നെ ജപിക്കണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന മന്ത്രവും ഇന്നേ ദിവസം ജപിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ കനകധാരാ സ്തോത്രം ജപിക്കുന്നതിലൂടെ അല്പം ദീർഘമായ സ്തോത്രമാണ് എങ്കിലും ഏവരും ഇന്നേ ദിവസം ജപിക്കണം. കാരണം ധനപരമായ ഉയർച്ച, സമ്പൽ സമൃദ്ധിക്ക് ഏറ്റവും ഉത്തമമാണ് ആ മന്ത്രം. നിത്യവും ജപിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ വിശേഷം. സാധിക്കാത്തവരാണ് എങ്കിൽ ഇന്നേ ദിവസമെങ്കിലും ജപിക്കുക. ഇന്നേ ദിവസം രാത്രി തീരുന്നതിന് മുൻപായെങ്കിലും 21 തവണയെങ്കിലും ഈ മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ കൂടി ചെയ്യുക. സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ഫലമായി വന്നു ചേരും. തീർച്ചയായും ഏവരും ക്ഷേത്ര ദർശനം കൂടി നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.